ഹായ്, വെൽക്കം ടു അപ്രൈറ്റ് അക്കാഡമി. മോഡേൺ ഇന്ത്യ ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രൈബൽ റിവോൾട്ട്സ് ഇൻ ദ നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ആദ്യം ഉള്ളത് അഹോംസ് റിബല്യൺ ആണ്. അഹോംസ് റിബല്യൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1828 to 1833 ആണ്. ഇതിൻ്റെ റീജിയൻ ആസാമാണ്. ദ മെയിൻ ലീഡർ ഗോംദാർ കൊൺവാർ, അഹോം ഡൈനാസ്റ്റിയിലെ പ്രിൻസ് ആണ് ഇദ്ദേഹം. ദിസ് ഒക്കേർഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് ആംഗ്ലോ-ബർമീസ് വാർ. അപ്പോൾ ഫസ്റ്റ് ആംഗ്ലോ-ബർമീസ് വാർ 1824 to 26 ആണ് അതിൻ്റെ ടൈം പീരീഡ്. അപ്പോൾ ഈ ഫസ്റ്റ് ആംഗ്ലോ-ബർമീസ് വാറിലുണ്ടായത് ഈ ബ്രിട്ടീഷ് ഈ വാറിന് ശേഷം ആസാം വിട്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് അത് പാലിച്ചില്ല. അഹോംസ് അങ്ങനെ റിവോൾട്ട് ചെയ്യുന്നു. ദിസ് റിവോൾട്ട് വാസ് സപ്രസ്ഡ് ബ്രൂട്ടലി ബൈ ദ ബ്രിട്ടീഷ്. അപ്പോൾ ഇനി നെക്സ്റ്റിലേക്ക് നമുക്ക് പോവാം. കാസി അപ്രൈസിങ്ങിൻ്റെ ടൈം പീരീഡ് വരുമ്പോൾ 1830 ആണ് വരുന്നത്. ദ റീജിയൻ ബിറ്റ്വീൻ ഗാരോ ആൻഡ് ജൈൻറ്റിയ ഹിൽസ്, മേഘാലയയിലെ ഗാരോവും ജൈൻറ്റിയ ഹിൽസിൻ്റെയും മിഡിലുള്ള റീജിയനിലാണ് ഈ കാസീസൊക്കെ താമസിക്കുന്നത്. അവിടെയാണ് ഈ റിവോൾട്ട് ഉണ്ടാകുന്നത്. ഇതിൻ്റെ മെയിൻ ലീഡർ തീരത്ത് സിംഗ് ആണ്. അദ്ദേഹം നൺ ക്ലൗഡുള്ള റൂളറാണ്. ദ മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദ ഒക്കപ്പേഷൻ ഓഫ് ദ ഹില്ലി ഏരിയാസ് ബൈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ഹില്ലി ഏരിയാസൊക്കെ കയ്യേറി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയുള്ള മൂവ്മെൻറ്റാണ് ഈ കാസി അപ്രൈസിങ്. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം, ഈ മൂവ്മെൻറ്റിൽ പങ്കെടുത്തത് കാസീസ് മാത്രമല്ല, കാസീസ്, ഗാരോസ്, സിംഗ്പോസ് ആൻഡ് കാംതീസ് ഓർഗനൈസ് ദംസെൽസ് അണ്ടർ തീരത്ത് സിംഗ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രഹ്മപുത്ര വാലിനെയും സിൽഹെറ്റ് എന്ന് പറഞ്ഞ റീജിയനെയും കണക്ട് ചെയ്തുകൊണ്ട് റോഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്നു. ലേബറേഴ്സ് വെയർ ബ്രോട്ട് ഫ്രം ദ പ്ലെയിൻസ്. അപ്പോൾ അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു ഈ ലേബറേഴ്സും ഈ ട്രൈബ്സും തമ്മിൽ, അല്ലേ? അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴല്ലേ അവിടെ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുന്നത്. അവരുടെ റൈറ്റ്സിനൊക്കെ എന്തെങ്കിലും കോട്ടം തട്ടുമ്പോൾ അങ്ങനെയൊക്കെയാണ് കോൺഫ്ലിക്ട്സ് വരുന്നത്. അങ്ങനെ അവിടെ ഈ കാസി അപ്രൈസിങ്ങിനുള്ളൊരു റീസൺ ഉണ്ടാകുന്നു. ദെൻ ദ റിസൾട്ട് വാസ് ഇറ്റ് വാസ് സപ്രസ്ഡ് ബൈ 1833 ബൈ എ മിലിറ്ററി ഓപ്പറേഷൻ. അപ്പോൾ മിലിറ്ററി ഓപ്പറേഷൻ തന്നെ വേണ്ടി വന്നു ഈ അപ്രൈസിങ് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോകാം. സിംഗ്പോസ് റിബല്യനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ റീജിയൻ നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ ആസാം റീജിയനാണ് വരുന്നത്. ദിസ് സ്റ്റാർട്ടഡ് ഇൻ ഏർലി 1830s. 1839 ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നടന്നു. ഒരു ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഏജൻറ്റിൻ്റെ മരണമുണ്ടായി. ഈ റിബല്യൻ കാരനാണ്, ഈ റിബൽസ് കൊന്നതാണ് അദ്ദേഹത്തെ. അപ്പോൾ 1843 ചീഫ് നിരങ് ഫീഡു, ആ പേര് ഓർത്ത് വെക്കുക, ചീഫ് നിരങ് ഫീഡു സിംഗ്പോസ് റിബല്യൻ. ചീഫ് നിരങ് ഫീഡു ലെഡ് ദ അപ്രൈസിംഗ് ഇൻ 1843. അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോവാം. കൂക്കീസ് റിബല്യൻ. അപ്പോൾ ഈ കൂക്കീസ് റിബല്യൻ്റെ ടൈം പീരീഡ് പറയുമ്പോൾ 1917 to 1919 ആണ്. മണിപ്പൂർ റീജിയനാണ് ഇതിൻ്റെ ഏരിയ. ഈ കൂക്കീസ് താമസിക്കുന്നത് മണിപ്പൂരിലാണ്. അപ്പോൾ കൂക്കീസ് റിബല്യൻ മണിപ്പൂർ റീജിയനിലാണ്. അപ്പോൾ 1917 ആ വേൾഡ് വാർ ടൈമിൽ ബ്രിട്ടീഷ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രൈബൽസിനെയൊക്കെ റിക്രൂട്ട് ചെയ്യും. ഇവരുടെ ഇമ്പീരിയൽ ആർമീൻ്റെ ലേബർ കോപ്സിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യും. അപ്പോൾ ഈ കൂക്കീസ് റിഫ്യൂസ് ചെയ്തു. കൂക്കീസ് പറഞ്ഞു നമുക്ക് ഇങ്ങനെയൊന്നും വരാൻ പറ്റില്ല. അങ്ങനെ അവർ റിബൽ ചെയ്യുന്നതാണ് ഈ കൂക്കീസ് റിബല്യൻ്റെ മെയിൻ ലീഡേഴ്സ് ചീഫ് ടിൻടോങ്, പിന്നെ കോട്ടിൻതാങ് സിറ്റ്ലവ്. അപ്പോൾ കോട്ടിൻതാങ് സിറ്റ്ലവിൻ്റെ ഇത് ഒരു സ്റ്റാച്യു ആണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 1919 ആകുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് റിബല്യൻ സപ്രസ് ചെയ്തു. വേറെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, കൂക്കി റിബല്യൻ വാസ് ദ ലാർജസ്റ്റ് ആൻഡ് കോസ്റ്റ്ലിയസ്റ്റ് മിലിറ്ററി ഓപ്പറേഷൻ ആഫ്റ്റർ ദ സിപ്പോയ് മ്യൂട്ടിനി ഓഫ് 1857. അപ്പം ഈ റിവോൾട്ട് ഓഫ് 1857 ഉണ്ടല്ലോ, അതിന് ശേഷം വരുന്ന ഏറ്റവും നീളം കൂടിയതും ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഏറ്റവും വലുതും ഏറ്റവും കോസ്റ്റ്ലി, ബ്രിട്ടീഷിന് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കേണ്ടിയും വന്ന ഒരു റിബല്യനാണ് കൂക്കീസ് റിബല്യൻ. അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോവാം. അടുത്തതായിട്ടുള്ളത് നാഗാ മൂവ്മെൻ്റ് ആണ്. നാഗാ മൂവ്മെൻറ്റിൻ്റെ ടൈം പീരീഡ് 1905 to 1931 ആണ്. മണിപ്പൂർ റീജിയനിലാണ് ഇത് ഒക്കർ ചെയ്യുന്നത്. നാഗാ മൂവ്മെൻറ്റിൻ്റെ മെയിൻ ലീഡേഴ്സ് ഹൈപ്പോ ജഡോനാങ് ആൻഡ് റാണി ഗൈഡിൻലു പക്ഷേ 1930s ശേഷമാണ്. ഈ ഹൈപ്പോ ജഡോനാങ്ങിൻ്റെ കസിനാണ് റാണി ഗൈഡിൻലു. അപ്പോൾ ഇവർ പിന്നെ ഈ മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുവന്നു 1930കൾക്ക് ശേഷം. ഈ നാഗാ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ആൻഡ് ടു എസ്റ്റാബ്ലിഷ് എ നാഗാരാജ്. അപ്പോൾ അവർക്കൊരു നാഗാരാജ് ഉണ്ടാക്കണം, നാഗാസ് മാത്രമുള്ള ഒരു സ്ഥലം, ഒരു ടെറിട്ടറി അങ്ങനെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ നാഗാ മൂവ്മെൻറ്റ് അവർ നടത്തിയത്. പിന്നെ നാഗാസിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യണം. ട്രഡീഷണൽ നാഗാ ഫെയ്ത്തിൽ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസിനെ പറ്റിയിട്ട് പറയുന്നില്ല. കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസിൻ്റെ അവർക്ക് ടെമ്പിൾസ് കൺസ്ട്രക്ഷനിൽ അവർ വിശ്വസിക്കുന്നില്ല. പക്ഷേ
ഈ ക്രിസ്ത്യാനിറ്റിയും വൈഷ്ണവിസവും ഒക്കെ എന്താ പറയുക ആ സമയത്ത് പ്രിവെയിൽ ചെയ്തുകൊണ്ട് നിന്നൊരു സംഭവമാണ്. അപ്പോൾ എന്താ റിലീജിയൻസാണ്. അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ആയിട്ട് ഈ ജഡോഡാങ് ഒരു ഹെരാക്ക മൂവ്മെൻറ്റ് അദ്ദേഹം ഫോം ചെയ്തു. ഹെരാക്ക മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു സ്പിരിച്വൽ മൂവ്മെൻറ്റാണ്. ഈ നാഗാസിൻ്റെ ജഡോഡാങ് സ്റ്റാർട്ട് ചെയ്തൊരു സ്പിരിച്വൽ മൂവ്മെൻറ്റാണ് ഹെരാക്ക മൂവ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഹെരാക്ക ടെമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ഹെരാക്ക ടെമ്പിൾസിനെ കാവോ കായി എന്നും കൂടി വിളിച്ചു. അപ്പോൾ കാവോ കായി അത് റിലേറ്റഡ് ടു നാഗ മൂവ്മെൻറ്റാണ്. ഹെരാക്ക ടെമ്പിൾസിൻ്റെ പേരാണ്. ഹെരാക്കൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ പ്യുവർ, പരിശുദ്ധമായ, അതാണ് അതിൻ്റെ അർത്ഥം. ദിസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ആൻഷ്യൻറ്റ് നാഗ പ്രാക്ടീസസ് നോൺ ആസ് പോപ്പേയ്സ്. പോപ്പേയ്സ് എന്നാണ് ആൻഷ്യൻറ്റ് നാഗ പ്രാക്ടീസസിന് വിളിച്ചിരുന്ന പേര്. അവരുടെ പ്രാക്ടീസസിൻ്റെ പേരാണ് പോപ്പേയ്സ്. ദ നാഗ മൂവ്മെൻറ്റ് വാസ് ലേറ്റർ ക്യാരിഡ് ഓൺ ബൈ റാണി ഗൈഡിൻലിയു. അപ്പോൾ റാണി ഗൈഡിൻലിയുവിന് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു നെയിം ഉണ്ട്, ദ ജോൺ ഓഫ് ആർക്ക് ഓഫ് ഇന്ത്യ. ജോൺ ഓഫ് ആർക്ക് ഓഫ് ഇന്ത്യ എന്നാണ് അത് റാണി ഗൈഡിൻലിയു അറിയപ്പെട്ടിരുന്നത്. ഷി വാസ് എ കസിൻ ഓഫ് ജഡോനാങ്. റാണി ഗൈഡിൻലിയു ഓർഗനൈസ്ഡ് ഗൊറില്ല വാർ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പം ഈ ഗൊറില്ല വാർഫെയർ ആണ് ഈ റാണി ഗൈഡിൻലിയുവിൻ്റെ മെയിൻ സംഭവം. റാണി ഗൈഡിൻലിയു ലെഡ് ദ ഹെരാക്ക കൾട്ട് ഇൻ ദ 1930s. അപ്പോൾ 1930s ഈ മൂവ്മെൻറ്റ് പിന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് റാണി ഗൈഡിൻലിയു ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് സെലിയാങ്റോങ് മൂവ്മെൻറ്റ്. ഇത് 1920 ഇതിൻ്റെ ടൈം പീരീഡ് വരുന്നത്. ഈ സെലിയാങ്റോങ് ടെറിട്ടറിയിൽ ഒക്കർ ചെയ്യുന്നതാണ് ഈ സെലിയാങ്റോങ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ സെലിയാങ്റോങ് ടെറിട്ടറി മണിപ്പൂർ റീജിയനിലാണ്. ഇതിൽ ഇൻവോൾവ് ചെയ്ത ട്രൈബ്സിൻ്റെ പേര് നമ്മൾ നോട്ട് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സെമി, ലാങ്മെയ്, റോങ്മെയ്. സെമി, ലാങ്മെയ്, റോങ്മെയ്, അതാണ് ഈ സെലിയാങ്റോങ് മൂവ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ട്രൈബ്സിൻ്റെ പേരുകൾ. അപ്പോൾ ദിസ് വാസ് ഓർഗനൈസ്ഡ് അഗെയിൻസ്റ്റ് ദ ഫെയിലിയർ ഓഫ് ബ്രിട്ടീഷ് ടു പ്രൊട്ടക്ട് ദം ഫ്രം കൂക്കി വയലൻസ് ഓഫ് 1970 to 1919. അപ്പം ഈ ബ്രിട്ടീഷ് ഈ സെലിയാങ്റോങ് ടെറിട്ടറിയിലുള്ള ആൾക്കാർ ഈ ട്രൈബ്സിനെ സെമി, ലാങ്മെയ്, റോങ്മെയ് ആ ട്രൈബ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഫെയിലായി അല്ലേ. ഈ കൂക്കി റിവോൾട്ടിൻ്റെ സമയത്ത് 1970 to 1919 ആയിരുന്നു കൂക്കി റിവോൾട്ട് അല്ലേ, നമ്മൾ പഠിച്ചല്ലോ അത്. അപ്പോൾ ആ സമയത്ത് ഈ സെലിയാങ്റോങ് ടെറിട്ടറിയിലെ ആൾക്കാരെ ബ്രിട്ടീഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് ഈ മൂവ്മെൻറ്റ് അവർ നടത്തിയത്. ഓക്കെ, ഇനിയുള്ള നമുക്ക് നോക്കാനുള്ളത് അതർ സിഗ്നിഫിക്കൻറ്റ് ട്രൈബൽ മൂവ്മെൻറ്റ്സ്. അപ്പം കുറച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് ട്രൈബൽ മൂവ്മെൻറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ജസ്റ്റ് ടൈമും എവിടെയാണെന്നുള്ളത് നോക്കിയാൽ മിഷ്മീസ് 1836, കാംതി റിബല്യൺ ആസാമിൽ 1839 to 42, ലൂഷായ്സ് റിവോൾട്ട് 1848 to 44, പിന്നെ സിൻതെങ്സ് എന്ന് പറയുമ്പോൾ ജൈൻത്യ ഹിൽസിലുള്ള 1860 to 62, ഫൂലഗിരി പെസൻസ് റിബല്യൺ 1861, പിന്നെ പരീക്ഷിത് ജാമിയ അദ്ദേഹം ത്രിപുരയിൽ റിവോൾട്ട് ചെയ്തതാണ് 1863, സഫ്ലാസ് റിവോൾട്ട് 1870 to 73, പിന്നെ കച്ച നാഗാസ് കച്ചാർ റീജിയണിൽ 1882, പിന്നെ റിയാങ്സ് റിവോൾട്ട് ത്രിപുര 1942 to 1943. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കുക. താങ്ക് യു.